പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ട പോളിംഗും ഇന്ന് നടക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് പശ്ചിമബംഗാൾ വിധിയെഴുതുന്നത്. ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ആദ്യ 4 മണിക്കൂറിൽ 40% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ മുർഷിദാബാദിലെ നോബ്ഡയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞു. അക്രമത്തിന് പിന്നിൽ ആരാണ് എന്നത് വ്യക്തമല്ല. നന്ദിഗ്രാമിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, പ്രശ്നബാധിത മേഖലകളുണ്ട് ഒന്നാം ഘട്ട പോളിംഗിൽ പശ്ചിമബംഗാളിൽ. ഒപ്പം തന്നെ നന്ദിഗ്രാം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായൊരു മണ്ഡലമാണ്. നമുക്കറിയാം, അവിടെ സുവേന്ദു അധികാരി പ്രതിപക്ഷ നേതാവ് മത്സരിക്കുകയാണ്. ഇത്തവണ TMCക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള നിർണായകമായ പോരാട്ടം നടക്കുന്ന നന്ദിഗ്രാം CPIM-നെ സംബന്ധിച്ച് അത് ഒരുപക്ഷെ അവർ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു എപ്പിസോഡ്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരിടത്ത് ശ്രീനാഥ് നിൽക്കുകയാണ്. എങ്ങനെയാണ് പോളിംഗ് ശതമാനം? കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ ഒരിടം കൂടിയാണല്ലോ. തീർച്ചയായും അനുജ പറഞ്ഞതുപോലെയുള്ള പ്രാധാന്യം ഈ നന്ദിഗ്രാമിനുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ നന്ദിഗ്രാമിലെ വോട്ടിംഗ് നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത്. ഞാനിപ്പോൾ ഉള്ളത് നന്ദിഗ്രാം ടൗണിൽ തന്നെയുള്ള ഒരു കോളേജിലാണ്. ഇവിടെ ഈ സമയം ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്. ഈ സമയവും നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സജീവമായി തന്നെ ഈ നന്ദിഗ്രാമിലെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 88% മുകളിലേക്ക് പോളിംഗ് നന്ദിഗ്രാമിൽ നടന്നിട്ടുണ്ട്. അതായത് കനത്ത പോളിംഗ് നടക്കുന്ന, കനത്ത പോരാട്ടം നടക്കുന്ന ഒരിടമാണ് നന്ദിഗ്രാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിൽ തന്നെയാണ് ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്. സുവേന്ദു അധികാരി വീണ്ടും ഒരിക്കൽ കൂടി നന്ദിഗ്രാം നിലനിർത്താൻ ശ്രമിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. CPIM-നെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ അവരുടെ ബംഗാളിലെ ചരിത്രം തിരുത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത് നന്ദിഗ്രാമിൽ നടന്ന സംഭവങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും 152 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. 16 ജില്ലകളിലാണ് ഈ വോട്ടെടുപ്പ് ഈ സമയം നടക്കുന്നത്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ ഒന്നാം ഘട്ടത്തിലല്ല. ഏതായാലും പൊതുവെ സമാധാനപരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുർഷിദാബാദിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് ബോംബേറാണ്. പക്ഷേ അത് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത്. ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആരാണ് ബോംബ് എറിഞ്ഞത് എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ല. ഇന്നിപ്പോൾ രാവിലെ തൃണമൂലിൽ നിന്ന് വിട്ടുപോയി പുതിയ പാർട്ടി AUP എന്ന പാർട്ടി രൂപീകരിച്ച ഹുമയൂൺ എന്ന വ്യക്തി, അദ്ദേഹം ഒരു മുർഷിദാബാദിൽ പ്രചാരണത്തിന് പോകുന്ന സമയത്ത്, അതായത് ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടെ അദ്ദേഹത്തിന് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും അവിടെ ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചില സംഘർഷങ്ങൾ, അത് വലിയ സംഘർഷങ്ങളിലേക്ക് മാറിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പൊതുവെ ഈ സമയം വരെ ബംഗാളിൽ എവിടെയും ആ തരത്തിലൊരു വൻ സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പൊതുവെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, പോളിംഗ് ശതമാനം ഈ സമയം ഏതാണ്ട് 50% അടുത്തിട്ടുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അനുജ, ബംഗാളിലും മികച്ച പോളിംഗ് ആണ്. 41.1% എന്നതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നല്ല രീതിയിൽ ജനങ്ങൾ വിധിയെഴുതുന്നു എന്നതാണ്. കനത്ത സുരക്ഷയിലാണ് വിവിധ ഇടങ്ങൾ പ്രശ്നബാധിത മേഖലകളായൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നന്ദിഗ്രാമിൽ നിന്നുള്ള വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.